ലോക ജനത ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ എബ്രിയ ദൂതനോട് സെഖര്യാവിനോട് സംസാരിച്ചു. ഹല്ലേലൂയ ഈ വാക്ക് നിമിത്തം നീ എന്ത് ചെയ്യാന്നറിയുമോ? മൗനമായിരിക്കും. ജനം സെഖര്യാവിന് വേണ്ടി കാത്തിരുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ മനുഷ്യനെ കാണാത്തത് കൊണ്ട് ജനമൊക്കെ മറ്റുള്ളവരെ നോക്കി ഈ സെഖര്യാവിന് എന്ത് സംഭവിച്ചു, സെഖര്യാ പുരോഹിതന് എന്ത് സംഭവിച്ചു എന്ന് അവരോട് ചോദിക്കുവാൻ തുടങ്ങി. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ താമസിക്കുന്നത്. അവൻ അതുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് ജനം മനസ്സിലാക്കി. ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ വേണ്ടി ജനമെല്ലാം അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തിന്റെ മഹത്വം കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ സെഖര്യാവ് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അവൻ മടങ്ങി വരികയാണ്. ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അവൻ മടങ്ങി വരുമ്പോൾ സെഖര്യാവിനോട് പല വ്യക്തികളും ചോദിച്ചു, ദൈവം എന്താണ് നിന്നോട് സംസാരിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നിന്നോട് ഇടപെട്ടത് എന്ന് സെഖര്യാവിനോട് ഹല്ലേലൂയ അവിടെയുള്ള ജനം ചോദിച്ചപ്പോൾ ഈ മനുഷ്യർക്ക് മുമ്പിൽ സെഖര്യാവിന് ഒന്നും പറയുവാൻ കഴിയാതെ വണ്ണം അവന്റെ വായെ സ്വർഗ്ഗം അടയ്ക്കുവാനിടയായിത്തീർന്നു. അവനെ തുറക്കുവാൻ കഴിയാതെ അവൻ മിണ്ടാതിരുന്നു. ഹല്ലേലൂയ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കുറിച്ചുള്ള വർത്തമാനത്തെ കുറിച്ച് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവന്റെ ശുശ്രൂഷ കഴിഞ്ഞ് അവൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. മകനെ പ്രസവിച്ചതിന് ശേഷം അവരെല്ലാവരും കൂടി ചോദിച്ചു എലിസബത്തിന്റെ അടുത്ത്. എലിസബത്ത് പറഞ്ഞു, മകൻ ഒരു പേരിടണം എന്ന് പറയുകയായിരുന്നു. അങ്ങനെ പേരിടുവാൻ വേണ്ടി അവരെല്ലാം കൂടി ആലോചിച്ച് ഒരു പേര് കണ്ടെത്തി. ആ പേര് കണ്ടെത്തി അവർ എന്ത് ചെയ്തറിയാം? ആ പേര് കണ്ടെത്തിയിട്ട് സെഖര്യാവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ സെഖര്യാവ് ഹല്ലേലൂയ ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ അവൻ ഹല്ലേലൂയ അവന്റെ ജനത്തിലുള്ളവർ, അവന്റെ കുടുംബക്കാർ, ബന്ധുക്കളൊക്കെയും ഇവനെ സ്നാപക യോഹന്നാൻ എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. എന്നാൽ തന്റെ ദാസൻ എന്തു പറയുമെന്ന് വളരെ ശ്രദ്ധയോടെ അവർ ആംഗ്യ ഭാഷയിലാണ് അന്ന് സെഖര്യാവ് അവരോട് സംസാരിച്ചത്. അതുവരെ ദൈവിക ശബ്ദം കേട്ട ഈ മനുഷ്യൻ എന്ത് ചെയ്തറിയാമോ? മൗനമായിരുന്നു. ആ ശബ്ദം കേട്ട മാത്രമേ തന്നെ മൗനമായിരുന്നു. പിന്നെ അവരോട് ഇടപെടുന്നത് ആംഗ്യ ഭാഷയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നത് ഈ തന്നോട് കണ്ടതായ കാഴ്ചപ്പാടിനെ കുറിച്ച് സെഖര്യാവ് ദിനംതോറും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം എപ്പോഴാണ് എൻ്റെ സമയം കടന്നു വരുന്നത്? എപ്പോഴാണ് എൻ്റെ സാഹചര്യം കടന്നു വരുന്നത്? അങ്ങനെ അവന്റെ സാഹചര്യം കടന്നു വരുവാനിടയായി തീർന്നു. അവൻ പറഞ്ഞു, ഒരു എഴുത്ത് പലക കൊണ്ടുവാ, ഞാൻ അതിൽ എഴുതി കാണിച്ചു തരാം. അവൻ എഴുതി സ്നാപക യോഹന്നാൻ എന്ന് എഴുതിയ മാത്രയിൽ തന്നെ സെഖര്യാവിന്റെ വായ ദൈവം തുറക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവിക ആലോചന കേൾക്കുമ്പോൾ, ദൈവിക ശബ്ദം കേൾക്കുമ്പോൾ, ഇന്ന് രാത്രി എൻ്റെ നിന്റെ ഹൃദയത്തിൽ നിന്നും ദൈവിക ശബ്ദം കേൾക്കുമ്പോൾ ദൈവിക സ്തുതി സ്തോത്രങ്ങൾ ഇന്ന് രാത്രി പുറപ്പെടണം. ഇന്ന് രാത്രിയിൽ സെഖര്യാ പ്രവാചകൻ സെഖര്യാവ് വിളിച്ചു പറയുമ്പോൾ സെഖര്യാവ് എഴുതിയ മാത്രയിൽ തന്നെ അവന്റെ അധരം തുറക്കുവാൻ ഇടയായി തീർന്നു. അധരം തുറന്ന് ഹല്ലേലൂയ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ദൈവം തന്നോട് ഇടപെട്ടതുപോലെ, ദൈവം തന്നോട് സംസാരിച്ച വിധത്തെ കുറിച്ച് സെഖര്യാവ് അവിടെ ജനത്തോടും തന്റെ ഭാര്യയോടും കുടുംബത്തോടൊക്കെയും വിളിച്ചു പറഞ്ഞു. വളരെ അതിശയകരമായി തോന്നി. അവൻ പറഞ്ഞ വാക്ക് ദൈവത്തിന്റെ ആത്മാവ് എബ്രിയ ദൂതനോട് അരുളി ചെയ്ത പേര് ഒരേപോലെ ആയിരുന്നു. ഇവൻ എഴുത്തും അവിടെയുള്ള ജനങ്ങളൊക്കെയും അവന്റെ ഭാര്യയൊക്കെയും പറഞ്ഞ വാക്ക് പേര് ഒരേപോലെ ഒത്തൊരുമയോടെ അത് ഇണചേരുവാനിടയായി തീർന്നു.
അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. മനുഷ്യന്റെ ചിന്തയിൽ ഒതുക്കാത്ത കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാനും നീയും അതിൽ വിശ്വസിക്കണം. ഇന്ന് രാത്രിയിൽ സെഖര്യാവോട് ആത്മനിറവ് പ്രാപിച്ചവനായി ആത്മനിറവ് പ്രാപിച്ച് അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. അവനെ കുറിച്ച് സെഖര്യാവ് അവന്റെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെടുകയായി തീർന്നു. ഹല്ലേലൂയ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോട് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ, എലിസബത്തിന്റെ അടുക്കൽ മറിയ കടന്നുപോയി. കേൾക്കണം പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ അവൾ അടുക്കിലേക്ക് കടന്നുപോയപ്പോൾ ഗർഭത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? പിള്ള തുള്ളുകൾ തുടങ്ങി. ഹല്ലേലൂയ. യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിന്റെ ഹൃദയം പിടയ്ക്കുവാൻ തുടങ്ങും. നീ ആനന്ദം കൊണ്ട് തുള്ളുവണ്ണയായി തീരും. ഇത് എന്തു വന്ദനമെന്ന് നീ പറയുവാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒറ്റ വന്ദനത്തിൽ തന്നെ പിള്ള ഗർഭത്തിൽ നിന്നാണ് തുള്ളുവണ്ണയായി തീർന്നു. കർത്താവിന്റെ മാതാവിനെ കണ്ട ഹല്ലേലൂയ സ്നാപക യോഹാന് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവർ ദൈവത്തെ മഹത്വം ഗ്രഹിച്ചുകൊണ്ടേയായി തീർന്നു. ഹല്ലേലൂയ. ആ ഗബ്രിയേൽ ദൂതൻ എന്ത് ചെയ്ത? മറിയുടെ അടുക്കിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. അവളോട് ഈ സത്യവർത്തമാനം അറിയിച്ചു, നീ കന്യകയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പുരുഷനാണെങ്കിൽ എങ്ങനെ സംഭവിക്കുമെന്ന് അവളോട് ചോദിച്ചു. കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് അവളോട് സംസാരിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്നെ നിഴലിടും. ആകെ അനുഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് അവിടെ അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇതിനൊന്നും ധിക്കരിക്കാതെ മറിയ എന്ത് ചെയ്തറിയാമോ? ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. നിന്റെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. മറ്റുള്ളവർ ചിന്തിക്കും, മറ്റുള്ളവർ തന്നെ ഹല്ലേലൂയ മോശമായി ചിത്രീകരിക്കുമെന്ന് അവൾ വിചാരിക്കില്ല. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ പ്രവചനമാണ്. ഇത് ഞാൻ ശിരസ്സായി വഹിക്കണമെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സെഖര്യാവോട് ഇടപെട്ട അതേ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ മറിയടിക്കിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. വ്യത്യസ്തമായ രണ്ട് വ്യക്തികളുടെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിച്ചെന്ന് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താ? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ഒരുവനെ രക്ഷിതാവായി പിറന്നവൻ ഇറങ്ങി വരുന്നതിനെ കുറിച്ച് മുന്നമേ കൂട്ടി പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. പ്രവചന പുസ്തകത്തിൽ വിളിച്ചു പറഞ്ഞു, ഒരുവൻ ഇതാ ജനിക്കുവാൻ പോകുന്നു, അവനോട് മാത്രമേ നിങ്ങൾക്കൊരു രക്ഷയുള്ളൂ, അവനോട് മാത്രമേ നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുള്ളൂ, അവനോട് മാത്രമേ നിങ്ങൾക്കൊരു പൂർണ്ണ സമാധാനമുള്ളൂ എന്ന് ഹല്ലേലൂയ പ്രവാചക പുസ്തകത്തിലൂടെ ഹല്ലേലൂയ അനേക പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. ആ പ്രവചനത്തിന് നിവർത്തി സംഭവിക്കുവാൻ വേണ്ടി കർത്താവ് ജനിക്കുവാനായി തീർന്നു. എങ്ങനെ? അവൻ ജനിച്ചപ്പോൾ വളരെ അനേകം അനർത്ഥങ്ങൾ നടക്കുവാനായി തീർന്നു. ഹല്ലേലൂയ. ആ ദിവസത്തെ റാഖേൽ വളരെ കരച്ചിലും പല്ലുകടി ഉണ്ടാകുവാനായി തീർന്നു. ഹല്ലേലൂയ. അനേകർക്ക് ഹല്ലേലൂയ കർത്താവിന്റെ ജനനത്തിൽ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊന്നു കളയുവാൻ ഒരു കൽപ്പന പുറപ്പെടുവാനായി തീർന്നു. ആ കൽപ്പനയിൽ നിന്നും ഹല്ലേലൂയ അവർ കൊന്നുകളയാൻ നോക്കിയപ്പോൾ യേശുവിന്റെ അമ്മയും യേശുവിന്റെ അപ്പനും കൂടി ഹല്ലേലൂയ യേശുവിനെ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ആ ദേശത്തേക്ക് അവനെ കൊണ്ട് പാർപ്പിച്ചു. അവൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് പാർക്കുവാനായി തീർന്നു. അങ്ങനെ അവന് നസ്രനായ യേശു എന്ന് ഹല്ലേലൂയ ലോകജനത വിളിക്കുവാനായി തീർന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ലോകത്തിന്റെ രക്ഷിതാവ്. ഹല്ലേലൂയ. ക്രിസ്തു ഇന്ന് രാത്രിയിൽ നമ്മെ വീണ്ടെടുക്കുവാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ഒരു രക്ഷകനേ ഉള്ളൂ, ഒരേ ഒരു അപ്പനെ നമുക്കുള്ളൂ, ഒരേ ഒരു പിതാവേ നമുക്കുള്ളൂ. അവനത്രേ നമുക്ക് വേണ്ടി ഹല്ലേലൂയ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ഹല്ലേലൂയ 3 ആണിമേൽ തകർക്കപ്പെട്ടവൻ, ഹല്ലേലൂയ മരക്കുരിശ് തകർക്കപ്പെട്ടവൻ അവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ നിനക്ക്
മാഷിക ഇവിടുന്ന് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ലോകത്തിന്റെ രക്ഷിതാവാണെന്ന്. കർത്താവിന്റെ മരണം സംഭവിക്കുമ്പോൾ ആലയത്തിന്റെ തിരശ്ശീല രണ്ടായി ചീന്തിപ്പോകുകയായി തീർന്നു. ലോകമൊക്കെ മുമ്പാകും ഇരുട്ടുണ്ടാകുകയായി തീർന്നു. എന്തിനാ? ഇതാ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മരണം അസ്തമിച്ചു എന്ന് ലോകം വിധി എഴുതിയപ്പോൾ ലോകത്തിലുള്ള മനുഷ്യർ പറഞ്ഞു അവൻ അവസാനം സംഭവിച്ചു എന്ന് ലോകജനത പറഞ്ഞു. എന്നാൽ ലോകത്തിന്റെ പാപം ചുമക്കുന്ന രക്ഷിതാവായ കർത്താവ് അവൻ പറയുകയാണ് അവൻ ഒതുങ്ങുന്നവനല്ല, അവൻ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കി. അവനെ റോമ ഗവൺമെന്റ് മുദ്രയിട്ടു, കല്ലറയിൽ ഒതുക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ 3-ാം നാൾ ഉയർത്തെണീറ്റു. നിങ്ങൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവൻ ഇന്ന് രക്ഷിതാവായി പിറന്നവനെ കണ്ട ലോക ജനതകൾ, രാജാക്കന്മാർ അവൻ നക്ഷത്രങ്ങളെ നോക്കി വന്നപ്പോൾ ഇതാ ആട്ടിടയന്മാരോട് ദൈവത്തിന്റെ സത്വഭർത്താവ് അറിയിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് വാഗ്ദത്തം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന്. ദൈവിക സമാധാനമുള്ളവർക്ക് ദൈവം തന്നോട് ഇടപെടുന്നത്. സാധാരണപ്പെട്ട ആട്ടിടയന്മാരോട് ദൈവം തന്റെ ദൂതനെ അയച്ച് അവരോട് വലിയ ഘോഷമായി വിളിച്ചു പറഞ്ഞു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന്. രാജാക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രങ്ങളെ നോക്കി അവർ അതിനെ കുറിച്ച് പഠിച്ചു. ആ നക്ഷത്രം ഇതുവരെ കാണാത്ത ഒരു അപൂർവ നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രത്തെ കുറിച്ച് കണ്ടപ്പോൾ ഇതൊരു അതിശയകരമായ നക്ഷത്രമാണെന്ന് മനസ്സിലാക്കിയ രാജാക്കന്മാർ, അതിന്റെ പണ്ഡിതന്മാർ അവരുടെ അതിനെ കുറിച്ച് പാഠമായി വീക്ഷിക്കുവാൻ തുടങ്ങി. അതിനെ കുറിച്ച് പണ്ഡിതമായി പഠിക്കുവാൻ തുടങ്ങി. അവർ കാര്യമായി അതിനു വേണ്ടി അന്വേഷിക്കുവാൻ തുടങ്ങി. ഇതുവരെ കാണാത്ത, ഇതുവരെ മനസ്സിലാക്കാത്ത പലവിധമായ നക്ഷത്രങ്ങളെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. പലവിധമായ നക്ഷത്രങ്ങളെ കുറിച്ച് അവർ വാണിവിശാലന്മാർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്യത്യസ്തമായ ഒരു നക്ഷത്രം ആകാശത്തിലേക്ക് ഉദിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് അതിശയകരമായി തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയിച്ചതായ ആ ദൂത് അവർ ഏറ്റെടുക്കുവാനായി തീർന്നു. ആ ദൂത് ഏറ്റെടുത്തുകൊണ്ട് അവർ ആ നക്ഷത്രങ്ങളെ നോക്കി. ദൈവം അവർക്ക് നക്ഷത്രങ്ങളെ കാണിച്ചു. യേശുവിന്റെ അമ്മയും അവൻ ഇരിക്കുന്ന ഇടത്തേക്ക് ഈ നക്ഷത്രം വന്ന് നിൽക്കുവാനായി തീർന്നു. രാജാക്കന്മാർ ഒരു കുഞ്ഞും കുന്തിരിക്കവുമായി കൊണ്ടുവന്ന് യേശു കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുവാനായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ലോകത്തിന്റെ രക്ഷിതാവിന് കിടക്കുവാൻ പോലും നല്ല ഇടമില്ലായിരുന്നു. നമുക്ക് കിടക്കുവാൻ മനോഹരമായ ടീംസുകൾ വിരിച്ചുള്ള മനോഹരമായ ഭവനമുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ്